ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, കാലങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും സംവിധാനിക്കാനും സാധിക്കണം. ഒന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തായി പോകരുത്. നമ്മൾ ഹദ്ദാദ് ചൊല്ലുമ്പോൾ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. എന്നോട് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യാം. അറബിയിലെ ദുആ ആകുമ്പോൾ സുജൂദിൽ ദുആ ചെയ്യല്ലോ. പറയ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക. ഉറക്കെ പറയ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. അല്ലാഹ്, നിന്നോട് ഞാൻ നിന്റെ പൊരുത്തത്തെയും നിന്റെ സ്വർഗത്തെയും ചോദിക്കുന്നു. അല്ലാഹ്, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ, അല്ലാഹുവേ ഞാൻ നിന്നോട് നിന്റെ പൊരുത്തത്തെയും. പൊരുത്തം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പൊരുത്തം, ബാക്കി മുഴുവനും പൊരുത്തക്കേട്, അങ്ങനെയല്ല. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഖുർആനിൽ കാണാൻ കഴിയും. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും ഈമാനുള്ളവർ പോരാ, വല്ലദീന ഹാജറൂ, ഹിജറ പോയവർ, തീർന്നില്ല, വജാഹദൂ ഫീ സബീലില്ലാഹ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്. ഹിജറ പോയവർ, പടച്ചവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വിചാരം എന്തായിരുന്നു? യർജൂന റഹ്മത്തല്ലാഹ്. അവരെല്ലാം ഇപ്പോഴും പടച്ചവന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചവരാണ്. എപ്പോഴും നമ്മൾ ഖൽബ് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തെ, അള്ളാന്റെ കാരുണ്യത്തെ, അള്ളാന്റെ ഇഷ്ടത്തെ, അള്ളാന്റെ വാത്സല്യത്തെ തേടിക്കൊണ്ടേയിരിക്കണം. പറയ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ. ഉറക്കെ പറയ് അല്ലാഹുമ്മ ഇന്നി. ഉറക്കെ പറയ്, നോക്കി കയറ്റാതെ പറയ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. പടച്ചവനെ, ഞാൻ നിന്നോട് സ്വർഗത്തെയും നിന്റെ പൊരുത്തത്തെയും ചോദിക്കുന്നു. അല്ലാഹ്, പോരാ, വനഊദു ബിക. പറ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. നിന്റെ ദേഷ്യത്തെ തൊട്ടും നരകത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അല്ലാഹ്, ഈ ദുആഇനെ ജീവിതത്തിൽ ആവർത്തിക്കണം എന്ന് മാത്രമല്ല, ഖൽബിലുണ്ടാകേണ്ട നിയത്തെപ്പോഴും പടച്ചവന്റെ പൊരുത്തം കിട്ടണം. എനിക്കല്ലാന്റെ പൊരുത്തം കിട്ടണം, എനിക്കല്ലാന്റെ പൊരുത്തം കിട്ടണം. ഉറൂസിൽ വരുന്നവരുടെ ഖൽബിലുണ്ടാകണം, എനിക്കല്ലാന്റെ പൊരുത്തം കിട്ടണം. ഉറൂസ് സംഘടിപ്പിക്കുന്നവരുടെ ഖൽബിലുണ്ടാകണം. അല്ലാഹ്, ഒരു വലിയന്റെ പരിശുദ്ധിയെ ഓർത്തുകൊണ്ട്, ഒരു വലിയനെ ഓർമ്മിച്ചുകൊണ്ട്, ഒരു വലിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ഉറൂസാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തം തേടുന്നൊരു ഖൽബാകണം. ദുആ ചെയ്താൽ മാത്രം പോരാ, ഖൽബിങ്ങനെ. ഒരു ഭക്ഷണം കഴിക്കാനിരുന്നാൽ പോലും ഇതുകൊണ്ട് എനിക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടണം. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാ അള്ളാന്റെ പൊരുത്തം കിട്ടുക? ഇപ്പൊ ഉറൂസിനുണ്ടാകൂലേ ചായ, സർവത്ത് കൊടുക്കുന്ന കൗണ്ടറിൽ പോയി നോക്കിയാൽ അത് കുറച്ച് കുടിക്കുക, പിന്നെ അത് ഇങ്ങനെ കുടിക്കുന്ന ആളെ നോക്കിയിട്ട് നിൽക്കുക കുറച്ച് മനുഷ്യന്മാര്. അങ്ങനുണ്ട്. എവിടെയാ ഈ ഇലാഹി എന്താ മഖ്സൂദി എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന്? അവിടെ ഒക്കെ നമ്മുടേതായ കുറെ ആഗ്രഹങ്ങളാണ്. ത്വാമി മഖ്സൂദി അല്ലേ, ശറാബി മഖ്സൂദി, അങ്ങനെയാണ്. സൗജത്തി മഖ്സൂദി, നമ്മുടെ ഖൽബിലുള്ള മഖ്സൂദ് ഒക്കെ ഒന്നും അർഹമുർ റഹീമീനായ അല്ലാഹുവിന്റെ പൊരുത്തം തേടുന്ന ഖൽബാകുമ്പോ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആലോചിക്കും, അല്ലാഹ് ഇത് കഴിച്ചിട്ട് എനിക്ക് ആഫിയത്ത് ഉണ്ടാകണം, ആഫിയത്ത് കൊണ്ട് എനിക്ക് റബ്ബുൽ അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യണം. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ആഫിയത്ത് ഉണ്ടാകണം. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹതു വൽ ഫറാഗ്. ഏറ്റവും കൂടുതൽ മനുഷ്യർ നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഫ്രീ ടൈമാണെന്ന് മുഹമ്മദ് മുസ്തഫ
ഭക്ഷണം കഴിക്കുമ്പോൾ നിയ്യത്തുണ്ടാകണം, ഇതുകൊണ്ട് എനിക്ക് ആരോഗ്യം കിട്ടണം, ആ ആരോഗ്യം കൊണ്ട് എനിക്ക് ഒരുപാട് അമൽ ചെയ്യാൻ കഴിയണം. ഡ്രസ്സ് മാറുമ്പോൾ ആലോചിക്കണം, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഭംഗിയുള്ള വസ്ത്രമണിയുമ്പോഴാണല്ലോ അള്ളാന്റെ പൊരുത്തം കിട്ടുക. അതുകൊണ്ട് ഭംഗിയുള്ള വസ്ത്രമണിയണം. അങ്ങനെ എനിക്ക് ആ വസ്ത്രം ധരിക്കലിലൂടെ, ഡ്രസ്സിങ്ങിലൂടെ റബ്ബേ നിന്റെ പൊരുത്തം കിട്ടണം. അത്ര പുരട്ടുമ്പോൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഇഷ്ടമാണ്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ 3 എണ്ണമാണെന്ന് മുഹമ്മദ് നബി. അത്വീബു, ഒന്ന് പെർഫ്യൂംസ് ആണ്, സുഗന്ധദ്രവ്യമാണ്. അപ്പോൾ അത്ര ഇങ്ങനെ പുരട്ടുമ്പോ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അർഹമുർ-റഹീമീനായ അല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഇഷ്ടമാകുമല്ലോ. സുഗന്ധദ്രവ്യം പൂശൽ സുന്നത്താണല്ലോ. സുഗന്ധം പൂശുമ്പോൾ ഓർമ്മ വേണം, അള്ളാന്റെ പൊരുത്തം കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ കുളിക്കുമ്പോഴായാലും, രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോഴായാലും, വസ്ത്രങ്ങൾ മാറുമ്പോഴായാലും, അല്ലെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും, മനുഷ്യ ജീവിതത്തിന്റെ മുതൽ സെറ്റ് വരെ, അലിഫ് മുതൽ അലിഫ് വരെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. യബ്തഗൂന വജ്ഹല്ലാഹ്. ഒന്നെന്റെ കൂടെ 2 പദം എന്ന് പറഞ്ഞേ, യർജൂന. പറ, ഉറക്കെ പറ, യർജൂന. ഇത് നമ്മൾ എന്തിനാ പറയുന്നറിയോ? പറഞ്ഞാലേ ഉള്ളില് ഈ ആഗ്രഹം വരൂ. പറ, യർജൂന റഹ്മത്തല്ലാഹ്. പറയ്, യർജൂ. ഉറക്കെ പറയ്, യർജൂന റഹ്മത്തല്ലാഹ്. എപ്പോഴും അള്ളാന്റെ റഹ്മത്ത് ആഗ്രഹിച്ചിരുന്ന സ്വഹാബത്തിന്റെ ഖൽബ് പോലെ പോരാ. യബ്തഗൂന വജ്ഹല്ലാഹ്. പറയ്, ഉറക്കെ പറയ്, യബ്തഗൂന വജ്ഹല്ലാഹ്. എപ്പോഴും പടച്ചവന്റെ വജ്ഹിനെ പ്രതീക്ഷിച്ച ഒന്നാം കാലത്തെ മുസ്ലിമീങ്ങളെ പോലെ നമ്മുടെ ഖൽബും എപ്പോഴും മഴയെ തേടുന്ന വേഴാമ്പലിനെ പോലെ അള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഖൽബായി കിട്ടിയാൽ, അങ്ങനെ ആയി കിട്ടിയാൽ, ഈ വയല് പറയുന്ന എന്റെ കൽബിലും, വയല് പറയുമ്പോൾ കൽബിലുണ്ടാകണം, ഇതുകൊണ്ട് എനിക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടണം. ഇരുന്ന് വയല് കേൾക്കുന്നവന്റെ കൽബിലുണ്ടാകണം, ഇതുകൊണ്ട് എന്റെ അള്ളാന്റെ പൊരുത്തം കിട്ടണം. ഈ പൊരുത്തം കൽബിൽ നിന്ന് പോയി പോവുക. എന്നിട്ട് ചില നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങൾ കൽബിൽ വന്നിട്ട് നിറയാ, അതോടെ നമ്മൾ തോറ്റുപോവുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പം വരെ അതങ്ങനെ പണ്ടേ എൻ്റെ ഉപ്പാന്റെ ഉപ്പയുടെ നിസ്കരിച്ചുകൊണ്ട് ഞാനും അല്ലാഹു അക്ബർ. ഇത് പൊരുത്തം കിട്ടണമെന്നുള്ള നീയത്ത് വന്നാലില്ലേ എത്ര നിന്നാലും മതിയാകൂല. അള്ളാന്റെ പൊരുത്തം കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ നിസ്കരിക്കുമ്പോൾ പൊരുത്തം കൂടിക്കൂടി ദീർഘമായി നിൽക്കേണ്ടി വന്നാൽ അത്ര പൊരുത്തം കിട്ടുന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം എങ്ങനെയാ നബിയേ? അവിടുന്ന് മറുപടി പറഞ്ഞു, ദീർഘനേരം നിന്നുകൊണ്ടുള്ള നിസ്കാരം. തഹജ്ജുദിന് എഴുന്നേൽക്കൂലേ, ഒന്നാമത്തെ റക്അത്തിൽ യാസീൻ ഓതുക. ഫുള്ള് ഓതാൻ കിട്ടൂല, യാസീന്റെ ശേഷം പിന്നെ വലിയ സൂറത്ത് കിട്ടൂലെങ്കിൽ സാരല്ല, യാസീൻ ഫുള്ള് ഒന്നാമത്തെ റക്അത്തിൽ ഓതുക. കിട്ടുന്ന വലിയ സൂറത്ത് തൊട്ട് താഴെയുള്ള, നമുക്കറിയാലോ, വലിയ സൂറത്ത് കിട്ടൂലെങ്കിൽ കിട്ടുന്ന വലിയ സൂറത്ത് തൊട്ട് താഴെ ഓതുക. ദീർഘമായിട്ട് നിൽക്കുമ്പോ ഇങ്ങനെ ചിന്തിക്കുക, എത്ര നേരം ഞാൻ നിൽക്കുന്നോ അത്രമേൽ അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലെ? എത്ര നേരം ഞാൻ ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് പ്രായമുള്ള ഉമ്മാന്റെ വിരലിന്റെ ജോയിൻസ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക, മസിലിങ് ഇങ്ങനെ പിടിച്ചിട്ട്, അല്ലെ, മസാജ് ചെയ്ത് കൊടുക്കുക, ഉമ്മാന്റെ പുറം തടയി കൊടുക്കുക, അല്ലെ, മുടിയൊക്കെ 2 ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുക്കിയിട്ട് കൊടുക്കുക. എത്ര നേരം മക്കൾ ഉമ്മാന്റെ അടുത്തിരിക്കുന്നോ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറയുന്നത് കാണാം. കണ്ണ് നിറഞ്ഞില്ലെങ്കിലും കൽബിൽ വല്ലാത്ത സ്നേഹം ഇങ്ങനെ തുടികൊട്ടുന്നത് കാണാം. എത്ര നേരം ഉമ്മയുടെ അടുക്കലിരിക്കുന്നോ മക്കളോട് ഉമ്മാക്കൊരു പൊരുത്തമുണ്ടാകാറുള്ള പോലെ പ്രിയപ്പെട്ട ഭാര്യയോട് ദീർഘനേരം ഇരുന്ന് വർത്തമാനം പറയുമ്പോ, അല്ലെ, ദീർഘനേരം ഭാര്യയോട് ഇരുന്ന് വർത്തമാനം പറയുമ്പോ ഭാര്യയ്ക്ക് ഭർത്താവോട് വല്ലാത്തൊരു പാരവശ്യം, സ്നേഹപാരവശ്യം, പിരിശം വന്ന് നിറയാറുള്ള പോലെ, അല്ലെ? അങ്ങനല്ലേ?
ദീർഘനേരം സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ ചങ്ങാതിമാരോട് പറയുമ്പോ അവരെ പൊരുത്തവും സ്നേഹവും വല്ലാതെ നമുക്ക് ലഭിക്കുന്നത് പോലെ അർഹമുർ-റഹീമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ ദീർഘനേരം നിന്ന് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ആദ്യം ഓതി പിന്നീട് വലിയ സൂറത്ത് ഓതുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തം വന്ന് നമ്മിലേക്ക് ഇങ്ങനെ നിറയുമെന്നല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇവിടെയുള്ള അറബി തങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓർമ്മയില്ലേ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സലാമിന്റെ അസ്സലാമു അലൈക്കും എന്ന സലാമിന്റെ പ്രാധാന്യം അറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പോലെയുള്ള മഹാന്മാർ അങ്ങാടിയിലേക്ക് നേരത്തെ ചെന്നു എന്നാണ്. അങ്ങാടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? തെരുവ് എന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങാടി എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. അഹബ്ബുൽ അർളി ഇലല്ലാഹി അഹബ്ബുൽ അർളി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ അർളി ഇലല്ലാഹി അസ്വാഖുഹാ. പടച്ചവന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. പക്ഷേ സ്വഹാബത്തിൽ ചിലർ ചില ആളുകൾക്ക് രാവിലെ അങ്ങാടിയിൽ പോയി രാത്രി വരെ അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങും. എന്തിനാണ് ആ കറക്കമെന്നോ? സലാം പറയാൻ, സലാം മടക്കാൻ. കേൾക്കുമ്പോ നമുക്ക് അതൊക്കെ ചെറിയ പണിയില്ലെന്ന്, ചെറുതൊന്നും അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിനേക്കാളും ഭംഗിയുള്ള പ്രത്യഭിവാദനം കൊണ്ട് ഇങ്ങോട്ട് സലാം മടക്കി അഫ്സുസലാമബൈനകും, നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ. ഒന്നുകൂടി കേൾക്ക്. ഉൽബുദുർ റഹ്മാൻ വഅത്ഇമുത് وأفشوا السلام وصلوا بالليل والناس نيام تدخلوا الجنة بسلام. ഉൽബുദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വഅത്ഇമുത് തആം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. വഅഫ്ശുസ് സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. തീർന്നില്ല, എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക. അങ്ങനെയാകുമ്പോഴാണ് തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സമാധാനത്തിൽ സ്വർഗത്തിൽ കയറുക. ഈ സലാമിന്റെ കൂലി കിട്ടാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബാക്കളിൽ ചിലർ രാവിലെ അങ്ങാടിയിൽ പോകും. കണ്ടുമുട്ടുന്നവരോട് മുഴുവനും സലാം പറയും. അപ്പൊ അങ്ങോട്ട് കുറെ സലാം കിട്ടുക, ഇങ്ങോട്ട് കുറെ പ്രത്യഭിവാദനം വഅലൈക്കും അസ്സലാം കിട്ടുക. ഇത് നിയ്യത്ത് ചെയ്തിട്ട് ടൗണിൽ പോവുക. നോക്കണം, മനസ്സിലൊറ്റ നിയ്യത്ത് മാത്രം. എല്ലാറ്റിലും ജോലി ചെയ്യുന്ന നേരം അലമാലകളാഞ്ഞു വീശുന്ന അറബിക്കടലിലേക്ക് ചെന്ന് മീൻ പിടിക്കുമ്പോ, അല്ലേ, വലിയ വലിയ കുന്നിന്റെ മേലെ കയറിയിട്ട് കൃഷി ചെയ്യുമ്പോ, കഷ്ടപ്പാടുള്ള പ്രയാസങ്ങളുള്ള ഭാരങ്ങളുള്ള ജോലികൾ ചെയ്യുമ്പോ കൽബിലെ ഒരു നിയ്യത്താണ് ത്വലബുൽ ഹലാലി ഫരീള. അനുവദനീയമായ ദുനിയാവ് തേടൽ മുഅ്മിനിന് നിർബന്ധമാണ്. വഅമ്മൽ മുഈലു ലാ യജൂസു ഖുഊദുഹു, ഓളും കുട്ടികളും ഉള്ള ആള്, ഭാര്യയും മക്കളും ഉള്ള ആള് പുരയിൽ അടങ്ങിയിരിക്കൽ അനുവദനീയമല്ല. പണിക്ക് പോകൽ നിർബന്ധമാ. ജോലിക്ക് പോകുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്നാണ് നിയ്യത്ത്. അങ്ങനെ വരുമ്പം പിന്നെ ഇല്ലേ, അതിൽപ്പെട്ടത് തന്നെയാണ് മഹാന്മാരുടെ ഉറൂസ് മുബാറക് ഒന്നെപ്പോഴും കൽബിലുണ്ടാകണം. നമ്മളും ഈ മഹാന്മാരും ഒരുപോലെയല്ല. വേഗം ചോദ്യം വരൂ, അവരെങ്ങനെയാ മഹാന്മാരായതെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതിനാണല്ലോ നമ്മള് ഒരു ഖബറിന്റെ അടുത്തേക്ക്, നമ്മളെ ഉപ്പാന്റെ ഖബറിന്റെ അടുത്തും അതേപോലെ നമ്മുടെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തും പോകാതെ ആക്കാളും അധികം ആള് ഒരു ഖബറിന്റെ അടുത്തേക്ക് ആളിങ്ങനെ പോവുകയാണ്. 2025 മഹാനായ അറബിത്തങ്ങളെ ഖബറിന്റെ അടുത്തും പാപം കോയത്തങ്ങളുടെ അടുത്തും പതിരപ്പ് കോയത്തങ്ങളുടെ അടുക്കും, അല്ലെ, മന്തിയോട്ടം അവിടുത്തെ മച്ചമ്പളത്തെ മക്കാമിലൊക്കെ ആളിങ്ങനെ പോവുകയാണ്. ഇതിന്റെ കാരണം എന്നറിയോ? അല്ലാഹു തആല ജനങ്ങളുടെ കൽബിൽ അവരോടൊരു കബൂലിയത്ത് ഇട്ടു കൊടുത്തു. മുഹമ്മദ് മുസ്തഫ, അവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല.
നമുക്കിപ്പോ കൗതുലം അറിയോ? അറിയില്ല. ബയോഡാറ്റ എങ്ങനെയെന്നറിയില്ല, ശരീരം എങ്ങനെയെന്നറിയില്ല, മുഖം എങ്ങനെയെന്ന് കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും കൗതുലമിൻ്റെതില്ല. എന്നിട്ടും ഹൃദയം നിറയെ വല്ല നീലച്ചീനും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുച്ചീരം ഞാൻ ചെയ്യുമെന്നോവർ. കൽബിൽ നിറയെ കൗതുലമാണ്. എന്നോടൊന്ന് പറഞ്ഞ ഹദീസിനെ ബാക്കി ഒരു നീണ്ട ഹദീസിന് ഇങ്ങനെ തലയാ പറ. ഭൂമിയിലുള്ള എല്ലാവർക്കും അവരോടൊരു സ്വീകാര്യത. കുമ്പോലിലെ പഴയ കുമ്പോൾ ജുമുഅത്ത് പള്ളിയിലെ ചാരത്തന്തി വിശ്രമം കൊള്ളുന്ന മഹാനുഭാവനെ കാണാൻ ഒരു ഉറൂസിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ലോ ആള് വരുന്നത്. ഇടയ്ക്കിടെ ആ മഖാമിലേക്ക് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്, ഫാത്തിഹ ഓതാറുണ്ട്, യാസീൻ ഓതാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടത്? അത് അല്ലാഹ് പൊരുത്തപ്പെട്ടൊരു മഹാനാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരു വസീലയെ ഇടയിൽ വെച്ച്, അല്ലെ, വസീലയെ ഇടയിൽ വെച്ച് ആ വസീലയെ തവസ്സുൽ ചെയ്ത് അല്ലാ ഈ മഹാന്റെ ഹക്ക് കൊണ്ട് ദോഷം പൊറുക്കണേ അല്ലാ, രോഗം ശിഫയാക്കണേ അല്ലാ, കടം വീട്ടണേ അല്ലാ. ഉറൂസിലേക്ക് സിയാറത്തിന് വരുമ്പോഴും കൽബിലുണ്ടാകണം അല്ലാന്റെ പൊരുത്തം കിട്ടാനാണ് ഈ മഖാമിലേക്ക് വരുന്നത്. സിയാറത്ത് എന്ന് പറഞ്ഞാലില്ലേ, പോയ പാടൻ അൽഫാത്തിയെ വിളിക്കണമെന്നില്ല. സിയാറത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ പോകലാണ്, സന്ദർശിക്കാൻ പോവുക. അവിടെ പോയിട്ട് അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക. ദീർഘനേരം നമ്മുടെ റൂഹിനെയും കിടക്കുന്ന മഹാനെയും ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തുക. സാവകാശം ഓതി ഹദിയ ചെയ്താൽ മതി. പിന്നീട് ദുആഉ. എന്തിനാ നാം ഈ മഹാന്മാരുടെ അടുക്കലേക്ക് പോകുന്നേ? അവർ അല്ലാഹു പൊരുത്തപ്പെട്ട അല്ലാഹുവിന്റെ ആരിഫീങ്ങളായതുകൊണ്ട്, അല്ലേ, വലിയുല്ലാഹി എന്ന ദറജയിൽ ജീവിക്കുന്നവരായതുകൊണ്ട്. ഇനിയിപ്പോ വലിയല്ല, ഒരു മുഅ്മിനിന്റെ ഖബറാണ്, അബ്ദുല്ലാഹിയാണ്. ഒരു മുഅ്മിനിന്റെ ഖബർ വലിയല്ല. മഖബറയിലെ ഓരോ മീസാൻ കല്ലിന്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ അത് വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. റുഹിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മളാരാ? റസൂലുള്ളാഹിയേക്കാൾ എത്രയോ താഴെയാണ് റുഹിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ശുഹദാക്കൾ. പക്ഷേ അവരെ തേടി റസൂലുള്ളാഹി ചെന്നു എന്ന് വരുമ്പോ എന്തിനാത്? ലില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. ഖൽബിൽ ഒരു സിയാറത്തിന് പോകുമ്പോ അതൊരു അടിമയുടെ, ഒരു മോമിനായ മനുഷ്യന്റെ ഖബറിലേക്ക് പോവാണ്. അപ്പോഴും ഖൽബിലുള്ള നിയത്ത് അല്ലാഹ് നിന്റെ പൊരുത്തം കിട്ടണം. പ്രത്യേകിച്ച് മഖാമിൽ കിടക്കുന്ന മഹാന്മാരുടെ അടുക്കലേക്ക് വരുമ്പോ ഒറ്റ നിയത്ത്, അല്ലാഹ് നിന്റെ പൊരുത്തം കിട്ടണം. 5 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി അവസരമൊരുക്കി ജനങ്ങളെ എല്ലാം ഉറൂസിലേക്ക് ക്ഷണിച്ച് രാത്രിയാകുമ്പോൾ വാള്, പകൽ സമയത്ത് പഠന ക്ലാസ് തുടങ്ങിയിട്ട് രാത്രിയും പകലും വ്യത്യസ്ത പ്രോഗ്രാമുകൾ. എന്തിനാ ഈ പ്രോഗ്രാമുകളെല്ലാം? പടച്ചവനിലേക്ക് ഒരു സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൽബ് ശരിക്കും ഓർമ്മിക്കണേ. ഓരോ ദിവസം കഴിയും തോറും തടിക്ക് ഉസാറ് കൂടുന്നുണ്ടെങ്കിലും കൽബ് ചത്ത് 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 പോവുകയാണ്. ആ കൽബിനെ ഉണർത്താൻ വലിയുല്ലാഹി എന്ന് പറഞ്ഞാലേ അള്ളാന്റെ ഇഷ്ടദാസൻ. ആ ഇഷ്ടദാസന്റെ അടുക്കൽ പോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ കെട്ടിയൊരു വാച്ച് എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ അങ്ങ് പോയി, പിറ്റേന്നാള് അത് കീച്ചേരിയുടെ വാച്ചാണ്, കീച്ചേരിയുടെ വാച്ചെന്ന് പറയുമ്പോ അറിയാലോ, ആ വാച്ച് കാണുമ്പോ കീച്ചേരിയെ ഓർമ്മ വരും. ഞാൻ പിന്നെ സുൽത്താൻ ഔലിയൊന്നും ഇല്ലട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ് അല്ലേ. എന്റെ വാഹനം കാണുമ്പോ എന്നെ ഓർമ്മ വരൂലേ? എന്റെ മക്കളെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരൂലേ? അള്ളാഹു പൊരുത്തപ്പെട്ട അള്ളാന്റെ വലിയ അടുക്കൽ പോയിട്ടിരിക്കുമ്പോ അല്ലാഹു തആല ഓർമ്മയായി കൽബിൽ വരൂലേ? ഇന്ന് വെള്ളിയാഴ്ച രാത്രിയല്ലേ, ചൊല്ലുന്ന ഓരോ സ്വലാത്തും നാം ചൊല്ലുമ്പോ റസൂലുള്ളാഹിയെ ഓർക്കുമ്പോ അതിലൂടെ നാം അല്ലാഹനെ ഓർക്കൂലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഓക്കേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓക്കേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്ന് ഉഷാറായിട്ട് ചൊല്ല്. റസൂലുള്ളാഹിന്റെ പേര് വളരെ താല്പര്യത്തോടെ പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. രണ്ട് കയ്യിൽ ഊതിയ തല മുതൽ കാലിന്റെ അടിവരെ എല്ലാ ഭാഗത്തു നിന്നും തടകിയ അല്ലാഹുവേ മൂന്ന് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുസ്തഫായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ വെള്ളിയാഴ്ച രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങളുടെ തടികളിലുള്ള എല്ലാ രോഗങ്ങൾക്കും അത്ഭുതകരമായ ശിഫ നൽകണേ അല്ലാ. ഒരു മാരക രോഗവും ഞങ്ങളുടെ തടിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തരല്ല അല്ലാ. സിഹർ കണ്ണേറുകളെ ബാത്തിലാക്കി താ അല്ലാ. ആഖിബത്ത് നന്നാക്കി താ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ എല്ലാവർക്കും കുമ്പോലിൽ ഇതിനു മുമ്പുള്ള ഒരുപാട് കാലങ്ങളിൽ ഞാൻ വാതിന് വന്നിട്ടുണ്ട്. സയ്യിദ് UK ആറ്റക്കോയത്തങ്ങൾ UK അബൂബക്കർ ആറ്റക്കോയത്തങ്ങളുടെ കൂടെ അദ്ദേഹമാണ് കൂട്ടുപ്രാർത്ഥനക്ക് എന്റെ വാത് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഇവിടെ വാത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഉദ്യാപുരത്തെ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇൽമിന്റെ ബഹറായിരുന്ന സയ്യിദ് UK അബൂബക്കർ ആറ്റക്കോയത്തങ്ങൾ അൽ ബുഖാരിയുടെ ദറജ ഉയർത്തിക്കൊടുക്കല്ലാ. അവിടുത്തെ അനുജ സഹോദരൻ സയ്യിദ് ശിഹാബുദ്ദീൻ ഇസ്മായിൽ പൂക്കോയത്തങ്ങൾ പാനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ആ പരിശുദ്ധ പരമ്പരയിലെ ഒട്ടേറെ സാദാത്യങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള മഖാമുകളിലുണ്ട്. ആ ദറജ ഉയർത്തിക്കൊടുക്കല്ലാ. സയ്യിദ് ഫضل പൂക്കോയ തങ്ങൾ അപ്പുറത്തുണ്ട്. സയ്യിദ് പാപ്പക്കോയ തങ്ങൾ അവർകളുണ്ട്. അറബിത്തങ്ങളുണ്ട്. അല്ലാ, പേരറിയാത്ത ഒട്ടേറെ മഹാന്മാര് പരിസരങ്ങളിലുള്ള മഖാമിൽ സയ്യിദന്മാരായി ആരിഫീങ്ങളായിട്ടുണ്ട്. പുറത്തു കൊടുക്കണേ അല്ലാ. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരെ മദദ് ഫൈദ് അഊന ഞങ്ങളെ റൂഹിലും ഞങ്ങളെ കൽബിലും ഞങ്ങളെ തടിയിലും തരണേ അല്ലാ. വിഷയം ഇതാണ്. ഒരു വലിയന്റെ അടുക്കൽ പോയിട്ടിരിക്കുമ്പോൾ കൽബിൽ വന്ന് നിറയുക വലിയല്ല, പക്ഷേ വലിയന്റെ റബ്ബാണ്, വലിയുള്ളാഹിയാണ്. അങ്ങനെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ചത്തുപോകുന്ന കൽബിനെ സിയാറത്തിലൂടെ ഉണർത്താൻ നമ്മളില്ലേ ഇതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. വെറും അള്ള മാത്രമേ കൽബിലുണ്ടാകാവൂ. എന്നിട്ട് വെറും കൽബിൽ അള്ളാ ഒന്നുമില്ലെങ്കിൽ ആ ജലാലത്തിന്റെ ഇസ്മ ഓർമ്മിച്ചൊക്കെ അലിഫ് ലാമ് ലാമ് അത് മാത്രം തിളങ്ങുന്ന ഈ ലോകത്തെ ഏറ്റവും തിളങ്ങുന്ന ഇസ്മേതാണ്. അത് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മാണ് എന്ന് പറഞ്ഞേ. അല്ലാഹ് പറയ്. നമ്മളെ ഏറ്റവും പിരിശത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പറയേണ്ട വാക്കതാണ്. അതൊരു ആർക്കോ മത്തി എന്ന് പറയും പോലെ അയില എന്ന് പറയും പോലെ പൈപ്പോലെ ഉള്ളിൽ തട്ടിയിട്ട് വരണം നമ്മുടെ അല്ലാഹ് എന്ന വാക്ക്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലാത്ത അതിശക്തമായ സ്നേഹം അല്ലാഹുവിനോടുണ്ടാകണം. ആ പേര് പറയുമ്പോഴേ ആ സ്നേഹത്തിൽ ചാലിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വിളിച്ചേ പറ അല്ലാഹ്. അങ്ങനെ വിളിക്കണ്ട. നിർത്തിയേ. ഒച്ചകളല്ല, നമ്മളിതെല്ലാം ഒച്ചയിൽ പോകാൻ. ഒച്ചകട് സ്നേഹത്തിൽ വിളിക്കുക. ഉള്ളിന്ന് വരണം. പ്രിയപ്പെട്ട ഭാര്യയെ ചിലപ്പോഴുണ്ട് സ്നേഹിച്ച് സ്നേഹം മൂത്തിട്ട് സഫിയ റംല എന്നൊക്കെ റാബിയ എന്നൊക്കെ ഉള്ളി തട്ടിയിട്ട് വിളിക്കല്. പെണ്ണിട്ടാത്ത കുട്ടിയൊക്കെ തിരിയൂല അല്ലേ? ഉള്ളിൽ ഓളെ വിളിക്കും പോലല്ല, അതിനേക്കാൾ എത്രയോ സ്നേഹത്തോടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതിശക്തമായ ഹുബ്ബിൽ അല്ലാഹനെ ഒന്ന് വിളിച്ചേ പറ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മൂന്ന് അല്ലാഹ് 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 അല്ലാഹ്. ഉറൂസിന്റെ 1-ാം രാത്രി മുതൽ ഉറൂസ് കഴിയുന്നത് വരെ ജലാലത്തിന്റെ ഇസ്മിങ്ങനെ ഒരു പുക പോയി വരുന്നത് പോലെ മജ്ലിസിൽ ഇങ്ങനെ ഉയർന്നോണ്ടിരിക്കണം. ഇലാഹി അന്ത മഖ്സൂദി. പടച്ചവനെ നീയാണ് എന്റെ ലക്ഷ്യം. വരിളാക മത്ലൂബി. നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. ഉറൂസിന് എല്ലാ ദിവസവും വയത് കേൾക്കാൻ വരണം. വന്നിരുന്നിട്ട് ഉറൂസ് കഴിയുന്നത് വരെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലണം. ചൊല്ല് ഇലാഹി അന്ത മഖ്സൂദി. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് നിൽക്കുക. ചൊല്ല് ഇലാഹി അന്ത മഖ്സൂദി. നീയാണ് എന്റെ ലക്ഷ്യം. അർത്ഥം പറ. നീയാണ് എന്റെ ലക്ഷ്യം. അർത്ഥം പറ. നീയാണ് എന്റെ ലക്ഷ്യമല്ല. നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടമല്ല. പറ. നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടമല്ല.
ഈ ഖൽബിൽ ഇതിങ്ങനെ നിറയണം. എന്തിനാണെന്നറിയോ? അള്ളാന്റെ ഓർമ്മ വന്ന് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് ചത്തുപോയ ഖൽബൊന്ന് ഉണരുക. മദലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു. എപ്പോഴും അള്ളാനെ ഓർക്കുന്നവനും എപ്പോഴും അള്ളാനെ തീരെ ഓർമ്മയില്ലാത്തവനും, എപ്പോഴും അള്ളാനെ ഓർക്കുന്നവനും തീരെ അള്ളാനെ ഓർമ്മയില്ലാത്തവനും. മദലുൽ ഹയ്യി വൽ മയ്യിത്തി മുഹമ്മദ് മുസ്തഫ. എപ്പോഴും അള്ളാനെ ഓർമ്മിക്കുന്നവൻ അവൻ ജീവനുള്ളവനെ പോലെയാണ്. തീരെ അള്ളാനെ ഓർമ്മയില്ലാത്തവൻ മദലുൽ മയ്യിത്തിന്റെ അടുപ്പോടി പോലെയാണ്, ശവം പോലെയാണെന്ന് മുഹമ്മദ് നബി. നമ്മളിപ്പോ സ്വബീകരിച്ചു, അപ്പം പറയും ആ സ്വബീക്ക് അല്ലാതെ ഓർത്തില്ല ഉസ്താദെന്ന്. കൈ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നതിന്റെ ഇടയിൽ ഒരു വട്ടം പോലും ഉള്ളിൽ തട്ടിയിട്ടൊരു അല്ലാഹ് വരുന്നില്ല. ഒന്നാമത്തെ സഫിലുണ്ടാവും, ഇമാമിന്റെ വലുതുഭാഗത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. എല്ലാരെ കുറിച്ചുമല്ല കേട്ടോ, എല്ലാരെ കുറിച്ചുമല്ല. ഈ ഉറൂസിന്റെ വളണ്ടിയർമാരോട്, ഉറൂസിന്റെ സംഘാടകരോട്, ഉറൂസ് നടത്തുന്ന എല്ലാരോടും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാരോടും ഞാൻ പറയാണ്, നാളെ രാവിലത്തെ സുബഹിക്ക് ഉറങ്ങിപ്പോവുകയാണെങ്കിലില്ലേ ഇവിടെ കിടക്കുന്ന മഹാന്റെ കുരുത്തക്കേട് തട്ടും. ഉറപ്പാണ്. അള്ളാന്റെ പൊരുത്തക്കേട്, മുത്തറസൂലുള്ളാന്റെ ഇഷ്ടക്കേട്. നമ്മൾ സുബഹിക്ക് ഉറങ്ങുന്ന കാണാൻ ഒരാൾക്ക് അങ്ങനെ സങ്കടകൻ. മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് ഉറങ്ങുന്ന കാണുമ്പോ സങ്കടാവും. എന്തിനാ സങ്കടപ്പെടുത്തുന്നേ? നമ്മുടെ സുബഹിക്ക് ഉറങ്ങുമ്പോൾ ഒരാൾക്ക് ദേഷ്യം വരും. ഇന്നല്ലാഹ യഗാറു വഗൈറത്തുല്ലാഹി യഗ്തിയൽ മർഉ മാ ഹറമ അലൈഹി. ഹറാം അല്ലേ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ എന്നാ ചോദിക്കാം, ഉസ്താദേ അറിയാണ്ട് ഉറങ്ങിപ്പോയാൽ കുറ്റുണ്ടോന്ന്? ഇത് അറിയാണ്ടെന്നല്ല, പണ്ടേ മൂപ്പര് ഉറങ്ങലാണ്. ഇപ്പൊ എത്ര സന്തോഷമുണ്ട്. ഇപ്പൊ ഈ അലാറുണ്ട്. ഏതെങ്കിലും സുബഹിക്ക് പള്ളിയിൽ പോകുന്ന വിളിച്ചിട്ട് ഒന്നും ഫോണിലൂടെ വിളിക്കണമെന്ന് പറയാം. ഇത് ഫോൺ ഓഫ് ആക്കിട്ടോ ഉറങ്ങാം, പ്ലെയിൻ മോഡ് ആക്കിട്ടോ ഓഫ് ആക്കിട്ടോ. പിന്നെ എങ്ങനെ വിളിക്കാൻ കഴിയാ? രാത്രി ഉസ്താദേ എന്നെ എന്തായാലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളി പൊരെ പോവും. തഹജ്ജുദ് കഴിഞ്ഞിട്ട് സുബഹി വാങ്ങുന്നതിന് മുമ്പ് വിളിച്ചു നോക്കുമ്പോ പ്ലെയിൻ മോഡ് കിട്ടൂല. കരുതിക്കുട്ടി ഒപ്പൊക്കെയാണ് ഉറങ്ങണം. ഉറങ്ങൂലല്ലോ ഇപ്പോഴത്തെ കുട്ടികള്. 12, 12:30, 1 മണി, 1:30 മണി. ഞാൻ എൻ്റെ കൂടെ ഇവിടെ 2-3 കുട്ടികളുണ്ട്. ഞാൻ ഖാലിദ്, അബ്ദുറഹ്മാനെ, ഷൗക്കത്തിനെ പോലത്തെ ഇവിടെ വായന പോയിട്ട് പാതിരാക്ക് വരുമ്പോഴും പാതിരാക്ക് തുകലെടുക്കെത്തുന്ന വായന കഴിഞ്ഞിട്ട് 3:30 മണി. ആ ചെറുക്കലയുടെയും പിന്നെ വിദ്യാനഗറിന്റെ ഇടയിലുള്ള ഇവിടെ ഒരു പൊട്ടിക്കടന്ന് ചായ കുടിക്കാൻ നിർത്തി നോക്കുമ്പോ കുറെ ട്രൗസർ. പണ്ട് പറമ്പുടയായിരുന്നു, ഇപ്പൊ പോയി ഒരു ഉളുപ്പില്ലാണ്ട്. ഇവരിങ്ങനെ ഇവരെ ഉപ്പാന്റെ പേര് മമ്മഞ്ഞി, ഓളെ പേര് പാത്തുമ്മ. ഇത് പറയാൻ മടിയാണ്. ഈ ഉമ്മാന്റെ പേര് ഉപ്പാന്റെ പേര് ഏതും അമേരിക്കയിലെ സായിപ്പിന്റെയും മദാമ്മയുടെയും പേര് പറയാനാ താല്പര്യം. ട്രൗസർ ഇട്ടിട്ട് ഭയങ്കര മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഓം വിചാരിക്കുകയാണ് ഞാൻ അമേരിക്കയിൽ ജനിക്കേണ്ടവനാണ്, ഞാൻ ഈ കാസർഗോഡോ അല്ലെങ്കിൽ കുമ്പളയിലോ ആരിക്കാടിൽ നിന്ന് ജനിക്കേണ്ടവനല്ലാന്ന്. ഓരോരുത്തരുടെ കളി കണ്ടാല് സ്കൂൾ വിദ്യാഭ്യാസം ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റിട്ട് ഇപ്പൊ പിന്നെ തോക്കൂല, ഇപ്പൊ ജയിക്കുന്ന കാലാണല്ലോ. ഉറങ്ങൂല. ഓരോ സുബഹിയും നീ കിടന്നുറങ്ങുമ്പോ കേൾക്കണേ, ഇന്നല്ലാഹ യഗാറു, അല്ലാഹ്ക്ക് ദേഷ്യം വരുമെന്നാണ്. ആ ദേഷ്യം ചിലപ്പോൾ നിനക്ക് മാരക രോഗങ്ങളോ അല്ലെങ്കിൽ അപകടമോ ദുനിയാവിൽ വരുന്ന വിധത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകാം, അല്ലെങ്കിൽ അതിവേദനാജനകമായ ആഖിറത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകാം. പടച്ച റബ്ബുൽ ഇസ്സത്തിന്റെ ദുനിയാവിലെ ശിക്ഷയും സഹിക്കാൻ കഴിയില്ല, ആഖിറത്തിലുള്ള അല്ലാഹുവിന്റെ അദാബും താങ്ങാൻ കഴിയില്ല. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിക. പടച്ച റബ്ബ് അവന്റെ അദാബിൽ നിന്ന് നമ്മളെ സലാമത്താക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഉറൂസിന് വരുന്ന ഓരോരുത്തരുടെയും ഖൽബിലുണ്ടാകണം അല്ലാഹ്. പറയ് അല്ലാഹ്. എന്തിനാണെന്നറിയോ? ഇവിടെ വന്നിരുന്നിട്ട് ഉറൂസ് കഴിയുമ്പോഴത്തേക്ക് പുറത്തെത്ര ഹയാത്ത് ഉണ്ടായിട്ട് ഒരു ഗുണമില്ല. തടിക്കത്ര ഉസാർ ഉള്ളു. ശരിക്കും പറഞ്ഞാലില്ലേ, ഒരു മനുഷ്യന് മരണമല്ല ഉണ്ടാകുക, മരിച്ചുപോക്ക് തടിയാണ്. റൂഹും തടിയും കൂടി വിട്ടുപിരിയലാണ് മരണം എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മുടെ പണിയില്ലേ, ഈ റൂഹിന് ഹയാത്ത് കൊടുത്ത് 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 മരണം എന്ന് പറഞ്ഞാല് വലിയ ഹയാത്തിലേക്കുള്ള മരണം എന്ന് പറഞ്ഞാല് വലിയ ഹയാത്തിലേക്കുള്ള മടക്കത്തിന്റെ പേരാണ് മരണമെന്ന്. അള്ളാന്റെ ഔലിയ മുഴുവനും വലിയ ഹയാത്തിലാണ്. ഈ റൂസ് എന്ന് പറഞ്ഞ സാധനം എന്താ? റൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നംകനൗമത്തിൽ അറൂസ് മുഹമ്മദ് മുസ്തഫ.
ഒരാള് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ച് ഖബറിൽ കൊണ്ടുപോയിട്ട് കിടത്തി ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഉത്തരമൊക്കെ വൃത്തിയിൽ പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന വേള, മടങ്ങിപ്പോകുന്ന വേള, മുങ്കർ നക്കീർ അലൈഹിസ്സലാം ഖബറാളിയോട് യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിൽ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, നം, ഇനി ഉറങ്ങിക്കൊള്ളുക, കനൗമത്തിൽ അറൂസ്, മണവാളൻ ഉറങ്ങും പോലെ, കനൗമത്തിൽ അറൂസ, മണവാട്ടി ഉറങ്ങും പോലെ ഉറങ്ങിക്കൊള്ളുക. ആ അറൂസിൽ നിന്ന് വന്നതാണ് ഉറൂസ്. മണവാളൻ ഉറങ്ങും പോലെ ഉറങ്ങുകയാണ്. സങ്കടങ്ങളില്ല, സംഘർഷങ്ങളില്ല, പ്രയാസങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല. മരിക്കുന്ന നേരത്ത് തന്നെ അള്ളാന്റെ റഹ്മത്തിന്റെ മലായികത്ത് വന്നിട്ട് ഔലിയാക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സംരക്ഷകരാ, പേടി വേണ്ട. മണവാളന്മാരായിട്ട് ഉറങ്ങാണ് അള്ളാന്റെ ആരിഫീങ്ങൾ. അവരടുത്ത് ഈ മുറ്റത്ത് ഇങ്ങനെ അള്ളാന്റെ ഓർമ്മയിൽ മുഴുകി നടക്കുക. എന്നിട്ടുണ്ടല്ലോ ദിക്ർ ചൊല്ലുക, വഅദ് കേൾക്കുക, ഇവിടത്തെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഖൽബിന്റെ ഹയാത്ത് കൂട്ടുക. ഒറ്റയൊന്നും ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നോക്കിയേ. ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന എല്ലാവരും ഇല്ലേ, ഒന്ന് നേരെ ഇരുന്ന്, ഒന്ന് നേരെ ഇരുന്ന്, സാധാരണ ഇരിക്കും പോലെ ഒന്ന് നേരെ എല്ലാവരും നാളെ ഇങ്ങനെ ഇരിക്കല്ലേ, ഒന്ന് നേരെ ഇരിക്കും. ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, അത് നടുവേദനയും വരുത്തും, പിന്നെ ഈ പെരടി വേദനയും വരുത്തും. എപ്പോഴും ഇരിക്കുമ്പോ ത്വരീഖത്തുകാരിരിക്കുന്ന ഒരു ഇരുത്തുണ്ട്, മുറാഖബന്റെ ഹാലില് സൂഫിയാക്കൾ ഇരിക്കുന്ന ഇരുത്തം, നട്ടല് നേരെയാക്കിയിട്ട് മൂക്കിലൂടെ ശ്വാസത്തിലൂടെ അള്ളാഹ് അങ്ങോട്ട് താഴോട്ട് എടുക്കുക, പൊക്കൾ വരെ. ഓ അല്ലാഹ്, ഇങ്ങനെയൊന്ന് നേരെ ഇരുന്നേ. എന്നിട്ട് ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ. ഓരോ ആളെ എന്നിട്ട് ഓളെ ആലോചിക്കരുത്, പൊര ആലോചിക്കരുത്, ഉമ്മനുപ്പാൻ ആലോചിക്കരുത്, ചങ്ങാതിമാരെ ഒന്ന് കൽബിനങ്ങനെ നേരെ വെച്ചേ. എന്നിട്ട് അതിലേക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തേ. ചൊല്ലുന്ന ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതാണ്. നവ്വിറു ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും. ഇത് ദിക്റിന്റെ മുഖദ്ദിമിൽ ഇരുന്ന് പറയാനുള്ള വാക്കല്ല, ഇത് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ജദ്ദിദൂ ഈമാനകും, നിങ്ങളെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണേ. പോരാ, വനവ്വിറൂ ഖുലൂബകും, നിങ്ങളെ ഖൽബുകളെ പ്രകാശിപ്പിക്കണേ. 100 ചൊല്ലണ്ട. നമ്മളറിയോ, മരിക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി സ്വർഗം കിട്ടാൻ വേണ്ടി. മരിക്കുമ്പോ 101 ചൊല്ലണോ? മരിക്കുമ്പോ 101 ചൊല്ലണ്ട. നമ്മെ രക്ഷപ്പെടുത്തുക, നമ്മളെ മുസ്ലിം ആക്കുക ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിം ആകുമ്പോ എത്ര ചൊല്ലണ്ട? ചൊല്ലിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിം ആക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. വഫാത്താകുമ്പോൾ എന്താ വേണ്ടേ? മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും മരിക്കുന്ന നേരം ഒരാളെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ അത്രയും പ്യൂരിറ്റിയുള്ള, മൂല്യമുള്ള, ശക്തിയുള്ള, പ്രാധാന്യമുള്ള, ഗൗരവമുള്ള വാക്കാണ് ചൊല്ല് ലാ ഇലാഹ. ഇനി നമ്മൾ ഇതുവരെ ഇല്ലാത്ത, ഇതുവരെ ചൊല്ലാത്ത ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഇതുവരെ ചൊല്ലാത്ത അത്രയും ഭക്തിയിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയേ. അർത്ഥം പറഞ്ഞുതരാം. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇത് ചിന്തിച്ചിട്ട് ചൊല്ലിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർത്ത്. ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രകാശം കയറി നോക്കിയേ. ചിലപ്പോ ഈ ലൈറ്റിൽ നോക്കിയിട്ട് തിരിയുന്നുണ്ടാവില്ല, കയറിയിട്ടുണ്ടാവും. ഉറപ്പാ, ഉള്ളിലൊരു പ്രകാശ രശ്മി കയറിയിട്ടുണ്ടാവും. ഒന്നുകൂടി ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിലപ്പം പ്രകാശം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. കുറെ ചൊല്ലൊന്നും വേണ്ട, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി നിന്റെ ഉള്ളു പ്രകാശിക്കാൻ. ഓർമ്മയില്ലേ സ്വഹാബത്ത് അല്ലേ, ആദ്യത്തെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവർ മദ്യപിച്ചിരുന്നവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ വാങ്ങിയവരുണ്ട്, ഒരു
ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരുണ്ട്. ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലിക്കഴിയലോടെ മദ്യം വേണ്ടാതായില്ലേ, വ്യഭിചാരത്തോട് താല്പര്യമില്ലാതായില്ലേ, പലിശ വാങ്ങാതായില്ലേ, ഹറാമിനോട് ഉറപ്പായില്ലേ, കലിമ അവരെ കൽബില് കയറി പ്രകാശിപ്പിച്ചില്ലേ. നമ്മൾ ജീവിക്കുന്ന കാലം ദോഷങ്ങൾ കൂടിയ കാലം, തമ്മാടിത്തങ്ങൾ കൂടിയ കാലം, ഹറാമ ചെയ്യുന്നവർ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന കാലം, ഹറാമ ചെയ്യുന്നവരെ കൊണ്ട് എല്ലാ സദസ്സും നിറഞ്ഞ കാലം. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളുടെയും പ്യൂരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഉള്ളു ഹയാത്താകാനുള്ള പണിയെടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ മഖാമിൽ വന്ന് ഉറൂസിന്റെ പരിശുദ്ധമായ ദിവസങ്ങളിൽ മഹാന്മാരായ നമ്മുടെ ശംസുൽ ഉലമയെ പോലുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ജീവിച്ചിരിപ്പുള്ളവരും വഫാത്തായവരുമായ ആലിമീങ്ങൾ പഠിപ്പിച്ചില്ലേ, ഉറൂസിന്റെ സന്ദർഭം അവിടെ കിടക്കുന്ന മഹാന്മാർക്ക് സന്തോഷമുള്ള കാലമാണ്. ഇത് കണ്ടിട്ട് പടച്ച റബ്ബുൽ ഇസ്സത്ത് അവിടെയും അല്ലാഹുവിന്റെ ലോകത്തും സന്തോഷം രേഖപ്പെടുത്തുമെന്നല്ലേ? അല്ലാഹുവിന്റെ ഓർമ്മയിൽ മുഴുകി ഉറൂസിന്റെ പരിശുദ്ധമായ സദസ്സിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ കൽബിലേക്ക് അല്ലാഹുവിന്റെ ഓർമ്മയെ നമ്മൾ ഇങ്ങനെ, ഒന്നും വേണ്ട, തഫക്കുർ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലെങ്കിലും സാരല്ല, ഉള്ളിലേക്ക് അല്ലാഹനെ ഇങ്ങനെതാ അല്ലാഹ് അല്ലാഹ് പറയ്, അല്ലാഹ് ഇങ്ങനെ കൊണ്ടുവന്നാ മതി. കൽബിങ്ങനെ ഹയാത്തായി ഹയാത്തായി. മന്നമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ. ഇതിങ്ങനെ ചൊല്ലുമ്പോഴേ ഉള്ളിങ്ങനെ ഹയാത്തായി 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 മരിക്കലോടെ അറൂസായി. മറന്നുപോലെ മരിക്കലോടെ മണവാളനായി, കുറച്ചും കൂടി ഹയാത്തായി. മരിച്ചുപോയില്ലേ, ഇനി എങ്ങനെയാ ചോദിക്കും? ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ കുറെ ആൾക്കാരെ ചോദിക്കുന്നത്, മരിച്ചില്ലേ, തീർന്നില്ലേ, പിന്നെ എന്തിനാ ചോദിക്കലും പറച്ചിലും എന്നൊക്കെ. മരിച്ചാ തീരുകയല്ല, തുടങ്ങുകയാണ്. നാളെ വെള്ളിയാഴ്ചയല്ലേ, സബ്ഹിസ്മയും ഹൽ അതാകയും ഓതുന്ന മിഹ്റാബിൽ വെച്ച് ഉസ്താദുമാരെ സബ്ഹിസ്മ ഓതുന്ന മിഹ്റാബിൽ വെച്ച് നമ്മൾ കേൾക്കാറില്ലേ, ഖദ് അഫ്ലഹ ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുദിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ആഖിറമാണ് ഏറ്റവും ഗുണകരമായതും, അർത്ഥം പറ, ആഖിറമാണ് ഏറ്റവും ഗുണകരമായതും ശാശ്വതമായതും. നമ്മൾ ഇങ്ങനെ അവിടെ എത്തിയാല് കുറച്ചുകൂടി ഹയാത്ത്. ഇതെല്ലാം പറയുമ്പോ താഴെ ഇരിക്കുന്ന ചില ആള്, നമ്മളെല്ലാം മരിച്ച അള്ളാഹ് തരും ഉസ്താദേ. പിന്നെ ഈ നീളക്കപ്പായിട്ടുണ്ട് എനിക്ക് കിട്ടുമെന്ന് കിട്ടാണ്ടായി പോകുന്ന ഉറപ്പായിട്ടും. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ട് ചാൻസ് കിട്ടിയെങ്കിലേ എനിക്ക് കിട്ടും. ഇവർക്കൊക്കെ കിട്ടുമായിരിക്കും. സായദി ഉണ്ട് അപ്പുറത്ത്, നിസാമി ഉണ്ട് അവിടെയൊക്കെ, അവർക്കൊക്കെ കിട്ടുമായിരിക്കും. നല്ല ഉപ്പാന്റെ മക്കളൊക്കെ അവരുടെ ബാപ്പമാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയാം, നിങ്ങളൊക്കെ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം കിട്ടുമെന്ന കാര്യം സംശയം. അല്ലാഹു തആല ഏതായാലും തരട്ടെ. നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ദേഷ്യം പിടിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ പോകാൻ കഴിയുന്നേ? അത്ര ഇഷ്ടം നമ്മളോട് അല്ലാഹ്ക്ക്. ഒരു ആയത്ത് കൂടി നാളെ പലക്കെ പോതൂലേ, ഇന്നല്ലദീന ആമനൂ. ഇത് അൽ കഹ്ഫിലുള്ള വേഗം കിട്ടും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി. എല്ലാവരും നോക്കിയ ഒന്ന് ഉറക്കോ. അത് അവിടെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവന്റെ ചെവിയിൽ കൊടുത്തേ. ഇന്നല്ലദീന, അതാ ഒരാൾ ആടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ ഓള് ചീത്ത പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ടോ എന്നോ സംശയമുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും ഈമാനുള്ള മുഅ്മിനീങ്ങൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മികൾ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ, അവർ ചെയ്ത അമലിന്റെ പ്രതിഫലത്തെ
സ്വർഗത്തെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയില്ല. നമ്മൾ ചെയ്യുന്ന അമലിന്റെ കൂലി അല്ലാഹ് കളയൂല എന്നാണ്. ഒരു ഒറ്റ സുബ്ഹാനല്ലാഹ്. ചിലപ്പോ നന്മയും തിന്മയും ഇങ്ങനെ നിൽക്കുക, തിന്മ ഇങ്ങനെ നിൽക്കുക, നന്മ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ മലക്കുകൾ ഇങ്ങനെ പരതുന്നാണ്. എവിടെയെങ്കിലും അമലുണ്ടോന്ന്. അപ്പൊ ഇവിടെന്നോ കുമ്പുവല്ല വാതിൽ പറഞ്ഞൊരു സുബ്ഹാനല്ലാഹ് അതെടുത്ത് കൊണ്ടുവന്നിട്ട് ആ തുറാസിലിടും. സുബ്ഹാനല്ലാഹ്. ഒരുത്തന്റെ നന്മയുടെ തുലാസ് തൂങ്ങിയാൽ അവര് തൃപ്തികരമായ ജീവിതത്തിലാണ്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഈ വാത് കേട്ട് ഇന്ന് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ എല്ലാ ദിവസവും വരിക ഒരു തഫക്കുർ, അള്ളാന്റെ ഓർമ്മയിൽ ഇങ്ങനെ യാ വലിയല്ലാഹ്. അതിൽ അല്ലാഹ് ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ മതി. യാ വലിയല്ലാഹ്, അള്ളാന്റെ വലിയേ അല്ലാഹ് ഉണ്ടല്ലോ. യാ അസ്സലാമു അലൈക പറ. അസ്സലാമു അലൈക. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, മഖാമത്തിന്റെ പോണമെന്നില്ല. അസ്സലാമു അലൈക യാ വലിയല്ലാഹ് പറയ്. അസ്സലാമു അലൈക. നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ ഈ അല്ലാഹ് വലിയ അല്ലാഹ് കേൾക്കുമ്പോഴേ ഉള്ളിൽ അതിന്റെ പ്രകാശം ഇങ്ങനെ വരും. ഉള്ളിങ്ങനെ ഹയാത്തായി വരും. മരിക്കുന്ന നേരം ഒരു പുതിയ ആപ്പിൾ അണിഞ്ഞൊരുങ്ങും പോലെ അല്ലെ, എന്തോ ഒരു സന്തോഷം. ഈ മരണമെന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, നമ്മളൊന്ന് നന്നായി കിട്ടിയാൽ നമ്മുടെ മരണല്ലേ എന്തൊരു റാഹത്തിലായിരിക്കും എന്നറിയോ. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ നിമിഷം പെണ്ണ് കിട്ടുന്നല്ല. ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നമുക്ക് ആകെ ഒരു പേടി, മരിച്ചു പോകുന്ന പേടിയാണ് അല്ലേ. ഇത് കേൾക്കണേ, ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ നിമിഷമായി നമ്മൾ ആക്കേണ്ടത്, മാറ്റേണ്ടത് മരണാണ്. പുതിയാപ്പിൾ അണിഞ്ഞൊരുങ്ങുമ്പോന്നല്ല. സ്ത്രീകളെ, നിങ്ങൾ മണവാട്ടിയായി പൊയിനാട്ടിയായി പുതുമണവാടന്റെ വീട്ടിലേക്ക് അണിഞ്ഞൊരുങ്ങി പോകുന്നൊരു പോക്കില്ലേ, അത്തറിന്റെ പരിമളത്തിൽ അല്ലേ, പുത്തനുടുപ്പിന്റെ മനോഹാരിതയിൽ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ട് ഇറങ്ങിപ്പോകുന്നൊരു പോക്കില്ലേ, അതൊന്നല്ല, മരിച്ചു പിരിഞ്ഞൊരു പോക്ക്. സുബ്ഹാനല്ലാഹ്. മരിക്കുന്ന മരണം. കാരണം റൂഹങ്ങ് പോകലോടെ സ്വർഗം ഇങ്ങനെ കാണുകയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനാണ് പറഞ്ഞ ഉള്ളിങ്ങനെ ഹയാത്താക്കി റൂഹ് പോകുമ്പോ ഹയാത്തുള്ള റൂഹായി, ചത്ത റൂഹായിട്ടല്ല, ഹയാത്തുള്ള റൂഹായിട്ട് അങ്ങ് പോയി കിട്ടിയാൽ സ്വർഗം കണ്ണിൽ ഇങ്ങനെ കണ്ടിട്ട് കിടക്കുകയാണ്. അതെന്തൊരു കിടത്തമാ, അതെന്തൊരു സന്തോഷമാ, അപ്പോൾ എന്തൊരു പുഞ്ചിരിയാ. പിന്നെ സ്വർഗം കണ്ടിട്ട് മരിച്ചാരും മടങ്ങിയിട്ട് ഇങ്ങോട്ട് വരാത്തോണ്ട് നമ്മുടെ സംശയം തീരുന്നില്ല. എത്ര ചിരിച്ച മനുഷ്യന്മാരെ കാണുന്നുണ്ട് നമ്മള്, ചിരിച്ചു കിടക്കുക. പിന്നെയും അല്ലേ, മുഖത്തുള്ള തുണി നീക്കിയിട്ട് മുച്ചു കളിച്ച ആള് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ചെന്നിട്ട് പുരയിലുള്ള ഏതോ ഒരു മുസ്ലിം ഒരു മോമിനായ മനുഷ്യന്റെ മുഖം നോക്കി കുറെ നേരം ഇങ്ങനെ ഖത്തീബ് നോക്കിയിട്ട് ഒന്ന് മുത്തി. എന്നിട്ട് തുണി മേലോട്ടാക്കിയിട്ട് മൂപ്പര് യാസീനോദി കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് പിന്നെയും തുണി മെല്ലെ നീക്കിയിട്ട് ഒന്നും കുറെ നോക്കി, ഒന്നുകൂടി മുത്തി. പിന്നെ തുണി അങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും വന്നു, ഒന്നുകൂടി മുത്തി. ആലോചിച്ചത് എന്തൊരു മുത്തല, പിഴമുത്തല്, എന്ത് പരിപാടി ഇത്? എത്ര മയ്യത്തിങ്ങൾ കാണാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടോ മുത്തല്? അപ്പോൾ ഈ ഖത്തീബ് ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുത്തിയിട്ട് മതിയാകുന്നില്ല, മുഖത്തെന്തൊരു പ്രകാശമാ, എന്തൊരു നിലാവ് പോലെയുള്ള പ്രഭയാ, എന്തൊരു വെളിച്ചമാ, എന്തൊരു പുഞ്ചിരിയാ. കണ്ടാ മതിയാകൂല. അവരൊന്നും പോയി എന്താ പറയാ, ഗോൾഡൻ ബ്ലീച്ചോ അല്ലെങ്കിൽ സിൽവർ ബ്ലീച്ചോ ചെയ്തിട്ട് മരിച്ചൊന്നുമല്ല. ഈമാൻ അങ്ങനെ കത്തി നിൽക്കുകയാണ്, സ്വർഗം കണ്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് എടുത്തു കൊണ്ടുപോകുമ്പോ ഉറക്കെ വിളിച്ചു പറയുകയാണ്, കത്തിമോനി, എന്നെ ഒന്ന് മുന്തിക്കുക, ഒന്ന് വേഗം കൊണ്ടുപോവുക. അങ്ങനെ
പോകാൻ കഴിയണമെങ്കിൽ ഇപ്പോഴേ ഈ ഈ ഉറൂസ് പോലുള്ള സദസ്സിൽ വന്നാല് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലാഹു എന്നും അതേപോലെ സ്നേഹത്തോടെ മുത്ത് റസൂലുള്ളാഹിനെ ആ പേരിങ്ങനെ ചൊല്ലിയ സ്വലാത്ത് ചൊല്ലുമ്പോഴും പേര് പറയുമ്പോഴും ചൊല്ലിയ സയ്യിദുനാ മുഹമ്മദുൻ ഓരോ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴും ഉള്ളിൽ ഹയാത്ത് കൂടി വരും. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ആ പേര് പറയുമ്പോണ്ടല്ലോ റാഹത്ത് കൂടുന്നാണ് റസൂലുള്ളാഹിന്റെ. നമ്മളിങ്ങനെ പണ്ടേ അല്ലാന്ന് പറയുമ്പോഴും ഒരു പിരിശല്ല, മുത്ത് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴും പിരിശല്ല. ഒരു പിരിശത്തിൽ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞ അല്ലാന്ന് പറ. ഉറക്കെ പറയും അല്ലാ 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 അല്ലാ. അതേപോലെ സ്നേഹത്തിൽ ചാലിച്ച് ആത്മാവിൽ തട്ടി ഒന്ന് പറഞ്ഞേ സയ്യിദുനാ മുഹമ്മദുൻ സയ്യിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ മുഹമ്മദുൻ ആ സലാത്ത് അടക്കം ചൊല്ല് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ എന്ന് പറഞ്ഞ് തുടങ്ങ്. മുത്ത് റസൂലുള്ളാഹിന്റെ പേര് സ്നേഹത്തിൽ ചാലിച്ച് പറയും സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ. ഇതിങ്ങനെ പറഞ്ഞ് ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെയാണ്. സ്വലാത്തിലേക്ക് കൂട്ടിയിട്ട് പറഞ്ഞേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുത്ത് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഒരു മജ, ഒരു ആവേശം, ഒരു താല്പര്യം, ഒരു ലഹരി, ഒരു ഉന്മാദം, ഒരു ആമോദം, ഒരു അനുഭൂതി. സല്ലല്ലാഹു അലാ മുഹമ്മദ്.